ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ദൈവത്തിന്റെ കരുണയാൽ ഡീക്കന്മാരുടെ ധ്യാനം ആരംഭിച്ചു കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യണം. ഇതിന് പറ്റുവാണെങ്കിൽ ഒരു ജവമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പറ്റിയില്ലെങ്കിൽ ഒരെണ്ണം പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു രഹസ്യം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ കൊന്ത ചൊല്ലി അങ്ങോട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ ചെറിയ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഡീക്കന്മാർക്ക് നല്ലൊരു അനുഭവം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞ് ചൊല്ലി നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ബ്ലെസ്സിങ് തരാം കേട്ടോ. കുഞ്ഞുങ്ങളെ റെഡി, പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന് 38 തിരുവചനമാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: രഹസ്യ ശിഷ്യന്മാരെയും തടയണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോയുടെ കുരിശുമരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിന് രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. അടുത്ത വാക്കം, പീലാത്തോസ് അനുവാദം കൊടുത്തു. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കാര്യം യേശുവിന്റെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള എത്രയോ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. യേശുവിന് വളരെ ക്ലോസ് ആയിട്ട് എത്ര പേരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ധൈര്യം. ഇവിടെ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു. പക്ഷേ വേറൊരു സുവിശേഷത്തിൽ കാണിക്കുന്നതാണ്, അരിമത്യാക്കാരൻ ജോസഫ് ധൈര്യപൂർവ്വം ചെന്ന് പീലാത്തോസിനോട് യേശുവിന്റെ ശരീരം ചോദിച്ചെന്ന് പറഞ്ഞു. വേറൊരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ബെസ്റ്റായി. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഓക്കെ, എല്ലാവരും മാംസം മുങ്ങണം, കർത്താവിനെ അറിയണം, യേശുവിനെ അറിയണം എന്നൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും അത് തന്നെയാണ് രക്ഷയുടെ മാർഗവും. പക്ഷേ ചില ആൾക്കാർക്ക് ചില സാഹചര്യങ്ങളിൽ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. മാംസം സ്വീകരിച്ചിട്ടില്ലെങ്കിലും യേശു എന്ന് വെച്ചാൽ മരിക്കും. ഈശോയുടെ വചനം അതുപോലെ ആണ് കീപ്പുന്ന ആൾക്കാരുണ്ട്. രഹസ്യ ശിഷ്യന്മാർ അതിലെ CCCയിലെ അതിന്റെ ഒരു അൺനോൺ ക്രിസ്ത്യൻസ് അല്ലേ, CCC അല്ല, സഭയുടെ ചില പ്രബോധനങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ അങ്ങനത്തെ ചില മേഖലകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അതിനൊക്കെ അതിൻ്റെതായ മേഖലകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള മേഖലകളൊന്നും, കാരണം ശരിക്കും പറഞ്ഞാൽ അവിടെ നിർണായകമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കർത്താവ് നിയോഗിച്ച് വാറ്റി നേർത്തത് ഈ രഹസ്യ ശിഷ്യനായ അരിമത്യാക്കാരൻ ജോസഫിനെ അല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്നും അങ്ങനെ തടയണ്ട. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പറയാം. ഒരുപക്ഷെ ഈ ടോക്ക് എടുക്കുന്നത് എല്ലാവർക്കും അങ്ങനെ ടച്ച് ചെയ്യാൻ വഴിയില്ല. അതൊരു പ്രത്യേക ആംഗിൾ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് ഇടപെടുന്നവർക്കാണ് ആ ടോക്ക് അനുഭവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ അവനെന്താ അവൻ യേശുവിന്റെ ആളാന്ന് അവൻ ഇതൊന്നും വരുന്നില്ല എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അങ്ങനെ ഒരു വിധി നമുക്ക് വേണ്ട. കാരണം എന്താ വെച്ചാൽ അവനിലൂടെ കർത്താവ് വേറെ കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. വരണമെന്നുള്ള നമ്മുടെ ഫുൾ ആഗ്രഹം. പക്ഷെ ഇങ്ങനെ ചില പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആയിരിക്കും ഇതൊക്കെ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ അനുയായി ഒരാളെ പോലും നമ്മൾ തടയരുന്നുള്ളതാണ്. വട്ടാച്ചന് പണ്ട് ലീഫ്ലെറ്റ് എഴുതി ഓർക്കുന്നുണ്ട്, അവരെ തടയണ്ടെന്ന് പറഞ്ഞ് ലീഫ്ലെറ്റ് എഴുതി ഓർക്കാണ് അല്ലേ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് പറയണത്, നമ്മുടെ ശബരിപുത്രന്മാർ ശിഷ്യന്മാർ പറയുന്നില്ലേ, ചില കാര്യം പറഞ്ഞിട്ട് കേൾക്കാതിനപ്പോൾ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ, അത് വേണ്ടതല്ല പറഞ്ഞു. സ്നാപയോഹന്നാന്റെ അല്ല ചില ശിഷ്യന്മാർ എന്നെ അനുഭവിച്ചല്ലോ, തടയണ്ട അല്ലേ. ആ ഒരു അർത്ഥത്തിലും കൂട്ടിച്ചേർത്ത് വായിക്കാം. ശബ്ദത്തെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഉച്ചത്തെ സ്തുതിക്കാം. യേശു ആരാധന കർത്താവെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്നു. കർത്താവ് സമൂഹത്തെ മുഴുവൻ ഇപ്പോൾ ആശീർവദിക്കുന്ന കർത്താവ് സകല പൈശാചിക തിന്മകളും അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ കർത്താവ് സമൂഹത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ചാട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, വലിയ ദൈവകൃപ ഇവരെ നിറയട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഇവരുടെ ഓരോ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളെയും ഈശോയുടെ നാമത്തിൽ മുദ്രയിടും. ഇവരെഴുതി സമർപ്പിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളെ എഴുതി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫോണിലൂടെ അല്ലെങ്കിൽ പലതരത്തിൽ മെയിലിലൂടെയൊക്കെ അയച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളെ ആശീർവദിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനകളെ ആശ്രമ സമയത്ത് എഴുതി സമർപ്പിച്ച് പ്രാർത്ഥന പ്രത്യേകം ആശീർവദിക്കുക. ഇവരോട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവരുടെ നിയമങ്ങളെ ആശീർവദിക്കും. ദുഷ്ടാരികൾ ബന്ധിക്കുന്നു. ശക്തമായ അഭിഷേകം നിറയട്ടെ. നിങ്ങൾക്ക് നല്ലത് സംഭവിക്കട്ടെ. കർത്താവ് നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംശിയാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ടായി എപ്പോഴും എന്നേക്കും. ആമേൻ.